വിളവെടുക്കണം. ഒറ്റ കുഴിയിൽ എത്ര ചീര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 100 കിലോത്തോളം ചീരയാണ് വിളവെടുക്കുന്നത്. റൈറ്റി ഫാർമറിന്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെ പിന്നിൽ കാണുന്നത് ഒരു 60 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വശത്ത് കൃഷി ചെയ്ത ചീര വിളവെടുക്കണ്. എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കിയാൽ ഇത് കണ്ട. അവിടെ നമ്മളെ ഓട്ടോ കിടപ്പുണ്ട്. നേരെ ആ വണ്ടി കയറി വരാനുള്ള സ്പേസ് മാത്രം ഇട്ടിട്ടത് നല്ല മനോഹരമാക്കിയിരിക്കുകയാണ്. കുക്കുമ്പറുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് ചീരയാണ് വിളവെടുക്കുന്നത് കേട്ടാ. നിങ്ങളുണ്ട് അടിപൊളിയല്ലേ? ഫോട്ടോ ഷൂട്ട് പറ്റിയ സ്ഥലമാണ്. രാവിലെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ല, ഒരു കട്ടൻ കാപ്പിയുടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് രാവിലെ ഈ കാഴ്ച കാണാൻ എന്തൊരു മനോഹരമായിരിക്കും അറിയാവാ. ഈ വീട്ടില് അങ്ങനെ കാണാൻ ആരും ഇല്ല എന്നുള്ളതാണ്. താമസമില്ലാത്ത വീടാണ് കേട്ടാ. പാതിരപ്പള്ളി നമ്മുടെ സുഹൃത്താണ് ഈ കൃഷിയിടം എനിക്ക് തന്നത്. 1.5 ഏക്കർ സ്ഥലത്താണ് ഈ കൃഷിയിടം ഉള്ളത്. അപ്പൊ ഇതിന്റെ ചുറ്റുമായിട്ടാണ് ഈ കൃഷി നടക്കുന്നത്. പച്ചക്കറിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത വീടല്ല കേട്ടാ. അത്യാവശ്യം പ്ലാവുണ്ട്, മാവുണ്ട്, തെങ്ങുണ്ട്. അപ്പൊ അതിന്റെ ഇടവിളയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ 6 മണിക്കൂറെങ്കിലും ലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പച്ചക്കറി കൃഷി വിജയിക്കുന്നത്. ഇവിടെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇപ്പുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാന കൃഷിയുടെ പറയുന്നത് ബാക്ക് സൈഡാണ്. ഇതാണ് വീട്. ഒരു തയ്യലിന് ഫുള്ള് ചീരയും വെണ്ടയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഓണത്തിന് തൊട്ടടുത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ചീരയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചീരയിൽ നിന്ന് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞ് നമുക്ക് വിളവെടുക്കാവുന്ന രീതിയിലാണ് ഈ തോട്ടം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാ ഇവിടെയൊക്കെ ഫുള്ള് പറിക്കാറായിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പം കേരളത്തിലെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങൾ പൊതുവെ കുറവാണ്. വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്തെ ഗ്രോത്ത് നോക്കിയാൽ ഇതെല്ലാം ഫുള്ള് ഒരേപോലെ ഒറ്റ ദിവസം നട്ടാണ് കേട്ടത്. നോക്കിയാൽ ഇവിടെയൊക്കെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള വെള്ളപ്പൊക്കത്തിൽ കണ്ടാ ഇവിടെയൊക്കെ വെള്ളം നിന്ന പാടുകളുണ്ട്. കണ്ടാ അപ്പോൾ അവിടെയൊക്കെ ഗ്രോത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല ഈർപ്പം കൂടി മരച്ചു പോയി ചെടി. 2ാമത് കുത്തി പിടിച്ചു കയറി വരുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടാ അതാണ് ഇത്ര ഗ്യാപ്പിൽ ഇവിടെ കിടക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള മഴ ഓണം കഴിഞ്ഞ് പെയ്യാൻ സാധ്യതയില്ല. ഇത്ര ശക്തമായി പെയ്യാൻ സാധ്യതയില്ല. അപ്പം മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ നല്ല 100 മേനി വിളവ് കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പുറകു വശത്താണ് നിൽക്കുന്നത്. എൻ്റെ ആംബിയൻസ് നോക്കിയാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷേ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് നിൽക്കാനായിട്ട് പറ്റില്ല. ചീര നട്ട് കഴിഞ്ഞാൽ നമുക്ക് 25-ാം ദിവസം തൊട്ട് നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. അല്ലെങ്കിൽ കേട് വന്ന് തുടങ്ങും, പൂവൊക്കെ കുത്തി തുടങ്ങും. അപ്പോൾ ഉണ്ടാവില്ല അതെ പീക്ക് ടൈമാണ്. അപ്പോൾ നമ്മൾ വിളവെടുക്കണം. ഒറ്റ കുഴിയിൽ എത്ര ചീര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊക്കെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഊരുമ്പം ഒരേപോലെ ഊരും. അതായത് 1/2 കിലോ ചീരയാണ്. ഇപ്പോഴത്തെ ഈ ഓണത്തിന്റെ വിലക്കനുസരിച്ച് നമുക്ക് 1/2 കിലോ ചീരക്ക് 50 രൂപയാണ് കടയിൽ വിൽപ്പന. ഈ ഒരു തടത്തിൽ നിന്ന് തന്നെ നമുക്കൊരു 20 കിലോത്തോളം ചീര കിട്ടും. നമുക്ക് 1600 രൂപ ഹോൾസെയിൽ റേറ്റിലാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചീരയാണ് നമ്മളെ പ്രധാന വരുമാന മാർഗം കേട്ടോ. ഇവിടെയൊക്കെ ഈ അറ്റത്ത് നമ്മൾ മത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നുണ്ടത്. കോമ്പൗണ്ട് ഫുള്ള് നനക്കുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് സമയത്താണ് കേട്ടോ. മൾച്ചിങ് ചെയ്യുന്നത് തന്നെ ഫുള്ള് കേട്ടോ. ഇവിടെയൊക്കെ ഒട്ടും കളയില്ല. പാത്തി മാത്രമേ ലേശം കള കിളുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ സൈഡ് വേള കിളുത്തുന്നുണ്ട് കേട്ടോ. ചീര ഫുള്ള് വിളവെടുത്ത് എല്ലാം ചെയ്യണ്ട വേരൊക്കെ കഴുകി വെച്ചിട്ടാണ് നമ്മളത് മാർക്കറ്റിങ്ങിലേക്ക് പോകേണ്ടത്. അപ്പം ഇപ്പം കുട്ടപ്പനായി. അപ്പോൾ തന്നെ ഇന്നിപ്പോൾ ഒരു 100 കിലോത്തോളം ചീരയാണ് വിളവെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 10-500 ചീര ഈ പ്ലോട്ടിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുമെന്നാണ് കണക്കൂട്ടുന്നത്. 20 വർഷം മുമ്പ് വരെയൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുൻവശത്തും പിൻവശത്തൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും, പച്ചക്കറികളുണ്ടാവും, ഇലക്കറികളുണ്ടാവും, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്നാണോ ഇതിൽ നിന്നൊക്കെ അകന്ന് തുടങ്ങിയത് അന്ന് മുതൽ മനുഷ്യന് അസുഖങ്ങളും വന്നു തുടങ്ങിയെന്നുള്ളതാണ്. അപ്പം കാർഷിക മേഖലയിലേക്ക് തിരികെ പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് ഈ കാർഷിക മേഖലയുടെ ഒരു പ്രാധാന്യം വരുന്നത്.